അപ്പം നെയ്യപ്പത്തിന് ഇതേപോലെ പച്ചരി കഴുകി വെള്ളത്തിൽ കോരാനായിട്ടിടണം, കുതിർക്കാനായിട്ടിടണം. കുതിർത്ത് വന്നതിന് ശേഷം അതിനെ ഇതേപോലെ ഊറ്റി വെള്ളം മാറ്റിയതിന് ശേഷം നല്ലോണം ഉണക്കിയെടുക്കണം. ഇതേപോലെ വെള്ളം തോർത്തിയെടുത്തത് എടുക്കാൻ വേണ്ടിയിട്ട് എന്തിൻ്റെങ്കിലും മുറത്തിൻ്റെ മണ്ടയിലോ അല്ലെങ്കിൽ പേപ്പറിലോ അങ്ങനെയൊക്കെ വിരിച്ചിട്ടാൽ മതി. ഇവിടെ പേപ്പറും ഇല്ല മുറവും ഇല്ലാത്തത് കൊണ്ട് ഉമ്മച്ചിയുടെ ഒരു ഷോൾ എടുത്ത് അതിനകത്ത് ഇതേപോലെ വിരിച്ചിട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിക്കൈ അതിനിടയിൽ പണിയെടുക്കുന്നുണ്ട്, അതത്ര കാര്യമാക്കണ്ട. അവൻ ഈ അരിയിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിങ്ങനെ വരവി നിൽക്കത്തുള്ളൂ. അത് ഒരു സൈഡിലിങ്ങനെ നടക്കും. അരി തോരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. കുറച്ച് ശർക്കര എടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, അങ്ങോട്ട് ഉരുക്കി കലക്കി ഇങ്ങോട്ട് എടുക്കുക. ഇതിന് പ്രത്യേകിച്ച് അളവുണ്ടോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ഇവിടെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും എടുക്കാറില്ല. അളന്ന് തൂക്കി എടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാനിതിൽ അളവും കാര്യങ്ങളൊന്നും പറയാത്തത്. ചുമ്മാ നമ്മളിങ്ങനെ എണ്ണ ആട്ടി, അതായത് തേങ്ങ ആട്ടി കൊണ്ടുവരുമ്പോഴത്തേക്കും കിട്ടുന്ന എണ്ണയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അളവും കാര്യങ്ങളൊന്നും നിശ്ചയിച്ചിട്ടായിരിക്കത്തില്ല എടുക്കണേ. അമ്മയ്ക്കൊരു മൈൻഡിലൊരളവുണ്ടാകും, അതിനനുസരിച്ച് അങ്ങ് എടുത്ത് പോവും. അപ്പോൾ ഇതേപോലെ തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കുട്ടി പീസാക്കി എടുക്കണം. അരി നല്ലോണം വെള്ളം തോന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന കറുത്ത എന്തോ ഒരു സാധനം അതിനകത്തുണ്ടായിരുന്നു, അതെടുത്ത് മാറ്റിയിട്ട് ഞങ്ങളതിനെ പൊടിച്ചെടുക്കുകയാണേ. എന്നിട്ട് ശർക്കരയെ ആ പൊടിച്ചെടുത്ത മാവിലോട്ട് ഇതേപോലെ അരിച്ചൊഴിച്ച് കൊടുക്കണം. അരിച്ചൊഴിച്ചതിന് ശേഷം ലേശം ഗോതമ്പ് മാവ്, ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മാവാണ്, അതും കൂടി കുറച്ച് അതിനകത്തോട്ടിട്ടിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ചുകൂടി ഇട്ടു, മിക്സ് ചെയ്തു. ഇവിടെ കൈ വെച്ചിട്ട് ഇളക്കുന്നത് നിങ്ങൾ വൃത്തികേടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇവിടെ അങ്ങനെയാണ് അമ്മ ചെയ്യാറ്. കാരണം ഞങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉണ്ടാക്കണേ. പുറത്തുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ഒരു രീതിക്ക് ഉണ്ടാക്കും. അമ്മമാർ കൈ വെച്ച് ഇളക്കണ കണ്ടിട്ട് വൃത്തികേടാണ് എന്ന് പറഞ്ഞ് കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പണ്ട് നമ്മൾ പട്ടിണിയാണെന്ന് ചാവേണ്ടി വരത്തില്ലായിരുന്നു. അപ്പോൾ അതത്ര കാര്യമാക്കണ്ട. ലേശം കൂടെ ശർക്കര ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുകയാണേ. നല്ലോണം മിക്സ് ചെയ്യണം. ഈ തരി പൊടി അതേപോലെ കട്ട പിടിച്ചിരിക്കുന്ന ആ സംഭവങ്ങളൊന്നും ഉണ്ടാവരുത്. ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അതിനകത്ത് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉപ്പിടത്തില്ല എന്നാണ് അമ്മ പറഞ്ഞത്, പക്ഷേ അമ്മ ഉപ്പിടും. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് ലേശം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേ ഇടുള്ളൂ. ലേശം സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതും ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അളവുകൾ കൃത്യമായിട്ട് എനിക്കറിയാൻ പാടില്ല, അതുമല്ല അമ്മ പറഞ്ഞു തന്നിട്ടുമില്ല. അളവില്ലാന്ന് തോന്നുന്നു. അമ്മ ഒരു ഊഹക്കണക്കിനങ്ങ് ചെയ്യണയാണ്. ഇത് ഓണക്കിറ്റിൻ്റെ ഒപ്പം കിട്ടിയ എണ്ണയാണ് കേട്ടോ. അത് ചൂടാക്കി അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങയിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആവുന്നിടം വരെയും നല്ലോണം എണ്ണയിലിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ ഇതിനെ കോരി മാറ്റിയെടുത്ത് വയ്ക്കുവാണേ. ലേശം ഏലക്ക എടുക്കുക, അങ്ങോട്ട് അറഞ്ചം ഇടിക്കുക, പൊടിയാക്കുക, പൊടിയല്ല അതൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിനെയും കൂടെ എടുത്ത് ഇതിനകത്തോട്ട് ഇടുക. ഇട്ടിട്ട് തേങ്ങയും കൂടി ഇട്ട് രണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഈ മാവിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് ഈ സംഭവങ്ങളെല്ലാം പിടിച്ച് ഒന്ന് പുളിച്ച് വരണമല്ലോ മാവ്, അതിന് വേണ്ടിയിട്ട് ഒരു 2-2.5 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കണം. രാവിലെയൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇത് ഞങ്ങൾ പെട്ടെന്ന് തത്രപ്പാടി ചെയ്ത് കൂട്ടിയൊരു സംഭവമാണ്. അപ്പോൾ ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമുക്ക് അത് റെസ്റ്റ് ചെയ്തതിന് ശേഷം എണ്ണ ചൂടാക്കുക. അതിനകത്തോട്ട് ഓരോ തവി കോരി ഒഴിക്കുക. നെയ്യപ്പത്തിൻ്റെ ഷേപ്പ് വരുന്നു, കോരി ഒഴിക്കുന്നു, നെയ്യപ്പത്തിൻ്റെ ഷേപ്പ് വരുന്നു. അപ്പോൾ ആദ്യത്തെ തവി മാവ് ഇതേപോലെ ഒഴിച്ചതൊന്ന് സെറ്റായി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് വേവിക്കണം, എന്നാലേ ഉള്ളു നല്ലോണം വെന്ത് കിട്ടത്തുള്ളേ. ഏറെക്കുറെ തിരിച്ചിടാനുള്ള പരുവത്തിലെത്തിയപ്പോൾ തിരിച്ചിടുവാണേ. ആ നെയ്യപ്പം എടുത്ത് മാറ്റി അടുത്ത സ്പൂണല്ല തവി ഒഴിച്ചു. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, അതത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല. ടേസ്റ്റ് വൈസ് ഗുഡാണോ എന്ന് നോക്കിയാൽ മതി. നമ്മുടെ ഉണ്ണിയപ്പം സെറ്റായി. ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം സാധാരണക്കാരുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യപ്പം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അത് അമ്മമാർ കൈ വെച്ചൊക്കെ ഇളക്കി മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചെയ്തു തരാം. പക്ഷെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും.